ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി നിരവധി സീറ്റുകളിൽ മത്സരിച്ച് വിജയിക്കുമെന്ന് ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ അബ്ദുള്ളക്കുട്ടി നിലമ്പൂരിൽ എൻഡിഎ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ഇന്ന് ഞാൻ പ്രിയപ്പെട്ട കെ സുരേന്ദ്രനൊപ്പമാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കുന്നത്. കേരളത്തിൽ ഒരു ഓട്ടപ്രദർശനം നടത്തി തിരിച്ചു വന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയട്ടെ, ഈ വർഷം ഇത്തവണ ഈ ഇലക്ഷനിൽ കേരളത്തിൽ ബിജെപി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക മാത്രമല്ല, നമ്മൾ നിരവധി സീറ്റുകളിൽ ജയിക്കാൻ പോവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി എൻഡിഎ സഖ്യം നിരവധി സീറ്റുകളിൽ വിജയിക്കുമെന്ന് നിലമ്പൂരിൽ ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. വയനാട് ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ബിജെപി വിജയിക്കുമെന്നതിനാലാണ് തെരഞ്ഞെടുപ്പിൽ എൻഡിഎ സ്ഥാനാർത്ഥികൾക്കും നേതാക്കൾക്കും നേരെ അപവാദ പ്രചരണങ്ങളുമായി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എത്തുന്നതെന്നും സ്ഥാനാർത്ഥികൾക്ക് നേരെയുണ്ടായ അക്രമങ്ങൾ കൊണ്ടൊന്നും കേരളത്തിലെ ബിജെപിയുടെ മുന്നേറ്റത്തെ തടയാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി വി മുരളീധരനെതിരെ CPM നടത്തുന്ന അക്രമം അപലപനീയമാണെന്നും ഇതിനെതിരെ ജനങ്ങൾ അവരുടെ വോട്ടവകാശം കൊണ്ട് ശക്തമായി പ്രതികരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള സ്റ്റോറി എന്ന സിനിമയെക്കുറിച്ച് നമ്മുടെ പിണറായി വിജയൻ എല്ലാറ്റിനെയും വർഗീയവൽക്കരിക്കുകയാണ്. അദ്ദേഹം സിനിമയെ പോലും വർഗീയവൽക്കരിച്ച് മുസ്ലിങ്ങളുടെ വികാരം ഉണർത്താൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത്. പക്ഷെ പിണറായി അങ്ങനെ പറയുന്നതിൽ വലിയ കഥയില്ല. പക്ഷെ ഇന്നലെ ഈദ്ഗാഹ് പ്രസംഗങ്ങളിൽ ചില മുസ്ലിം പണ്ഡിതന്മാർ വളരെ മോശമായി പ്രസംഗിച്ചു. ഇന്നിപ്പോൾ എല്ലാവരും കൊട്ടിഘോഷിക്കുന്ന സിനിമയാണല്ലോ ആടുജീവിതം. ആടുജീവിതം അറബ് രാജ്യത്തിനെതിരാണോ? ആടുജീവിതം ഇസ്ലാമിക രാജ്യത്തിനെതിരാണോ? അല്ല, അത് നജീബ് എന്ന മനുഷ്യൻ അനുഭവിച്ച ചില സങ്കടങ്ങൾ പകർത്തിയ സിനിമയാണ്. അതുപോലെ നിമിഷ എന്ന പെൺകുട്ടിയുടെ സങ്കടം പകർത്തുന്ന സിനിമയാണ് കേരള സ്റ്റോറി. കേരള സ്റ്റോറി എന്ന സിനിമയെ മുഖ്യമന്ത്രി വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നും മുസ്ലിങ്ങൾക്കിടയിൽ മതവികാരത്തെ വ്രണപ്പെടുത്താൻ നോക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നതെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. പെരുന്നാൾ ദിനത്തിലെ ഈദ്ഗാഹ് പ്രസംഗങ്ങളിൽ ചില മതപണ്ഡിതന്മാർ ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായിട്ടുണ്ട്. ഈ സിനിമ ഒരിക്കലും മുസ്ലിം വിഭാഗത്തിനെതിരെയല്ല എന്നും കേരള സ്റ്റോറി ഉപയോഗിച്ചുകൊണ്ട് ഈദ്ഗാഹുകൾ പോലെയുള്ള മതച്ചടങ്ങുകളിൽ പ്രസംഗിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള പ്രവണതയാണെന്നും മതപണ്ഡിതന്മാരുടെ ഇത്തരം നിലപാടിനോട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു എന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. Ampere College of Science offers Hospital Administration course, MBA in Healthcare Management, training tie-up with multi-specialty hospitals and medical colleges. Visit www.amperecollege.in. Ampere College of Science, Kuttipuram.